പക്ഷേ പാക് അധീന കാശ്മീരിൽ ഹമാസിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കുറച്ച് 1-2 മാസങ്ങൾക്ക് മുമ്പ് കാശ്മീരിൽ, അതായത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനിൽ നടത്തിയിട്ടുള്ള ഒരു പ്രതിഷേധം, ഇന്ത്യക്കെതിരായ ഒരു പ്രതിഷേധത്തിൽ ഹമാസിൻ്റെ സാന്നിധ്യവും ഉണ്ടായിരുന്നു എന്ന കാര്യവും പറയപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇസ്രായേൽ വീണ്ടും ഇന്ത്യയോട് പറഞ്ഞിരിക്കുകയാണ് ഹമാസിനെ തീവ്രവാദ വിരുദ്ധ, അതായത് ഈ പറഞ്ഞ ഭീകര സംഘടനയായിട്ട് നിങ്ങൾ പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ഇന്ത്യ അതിലൊരു പോസിറ്റീവായ നിലപാട് സ്വീകരിക്കുന്നില്ല. അപ്പോൾ വീണ്ടും പറഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും ഇന്ത്യ അത് ഒരു ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിക്കാത്തത്? ഇന്ത്യ ഹമാസിനെ നിരോധിക്കണം, അതേപോലെ ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിക്കണം എന്നൊക്കെയുള്ളത് ഇസ്രായേലിൻ്റെ വലിയൊരു ആഗ്രഹമാണ്. അത് ഇന്നോ ഇന്നലെയോ ഒന്നും തുടങ്ങിയതല്ല, കുറേ നാളായിട്ട് ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ബോംബെ താജ് ഹോട്ടലിൽ ആക്രമണം നടന്നപ്പോൾ മേ ബി ഇൻ 2008 അന്ന് ആ സംഭവം നടന്ന ഉടനെ ഇസ്രായേൽ ജെയ്ഷ് മുഹമ്മദിനെയും അതേപോലെ ലഷ്കർ ഇ തയ്യബയെയും ഭീകര സംഘടനകളായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് രാജാവിനേലും വലിയ രാജഭക്തി എന്ന് പറഞ്ഞോണം. ഇന്ത്യയിലും വലിയ ഇന്ത്യ ഭക്തിയാണ് ഇസ്രായേലിന്, ഇന്ത്യയോട്. അപ്പോൾ അവരപ്പോൾ തന്നെ അത് നിരോധിച്ചു, ഈ 2 സംഘടനകൾ, ലഷ്കർ ഇ തയ്യബ അതേപോലെ ജെയ്ഷ് മുഹമ്മദ്. അപ്പോൾ അതേപോലെ ഇസ്രായേലിനൊരു പ്രതീക്ഷയും ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ഹമാസിനെ ഇന്ത്യ ഒന്ന് നിരോധിക്കണമെന്ന്. അത് ഇടയ്ക്കൊക്കെ നിർദ്ദേശിക്കാറുണ്ടായിരുന്നു, ജസ്റ്റ് പറയുമായിരുന്നു. പക്ഷെ അതിനെപ്പറ്റി പ്രാവർത്തികമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇസ്രായേൽ ഇന്ത്യയോട് നിർബന്ധമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇവരെ നിരോധിക്കണമെന്ന്. അപ്പോൾ അതിന് അങ്ങനെ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈയിടെ നടന്ന ഒരു സംഭവമാണ്. ഈ ഫെബ്രുവരി 5-നാണെന്ന് തോന്നുന്നു അവിടെ പാക് ഓക്യുപ്പൈഡ് കാശ്മീരിൽ റവൽകോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മീറ്റിംഗ് നടന്നു. അതിൽ ഈ പറഞ്ഞ UN തന്നെ നിരോധിച്ചിരിക്കുന്ന സംഘടനകളായ നമ്മൾ പറഞ്ഞ ജെയ്ഷെ മുഹമ്മദ്, LET, അവർ 2 കൂട്ടരും, ലഷ്കർ ഇ തയ്യബ അതേപോലെ ജെയ്ഷെ മുഹമ്മദ്, ഈ 2 കൂട്ടരും അതിൽ പങ്കെടുത്തിരുന്നു. അതിൽ പങ്കെടുത്തു. അവിടെ പല ചർച്ചകൾ നടന്നു. ആ ചർച്ചകളിൽ ഒന്ന് ബ്ലീഡിങ് ഡൽഹി എന്നുള്ളതാണ്. ഡൽഹിയിൽ ചോരപ്പുഴ ഒഴുക്കുക എന്നുള്ളത് അവരുടെ ഒരു നയമാണ്. എന്നിട്ട് അതുവഴി ഈ കാശ്മീരിനെ തിരിച്ചു പിടിക്കുക എന്നൊക്കെയുള്ള അങ്ങനത്തെയാണ് ചർച്ചകൾ നടന്നിരുന്നത്. അപ്പോൾ ജെയ്ഷെ മുഹമ്മദും അതേപോലെ ലഷ്കർ ഇ തയ്യബയും ഇത് പറയണതിൽ ആർക്കും വലിയ അത്ഭുതമില്ല. അതൊരു ഫോർമാലിറ്റി എന്നുള്ള രീതിയിലേ കാണുന്നുള്ളൂ. അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. പക്ഷേ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാനുണ്ടായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂട്ടത്തിൽ ഈ ലഷ്കർ ഇ തയ്യബയുടെയും ജെയ്ഷെ മുഹമ്മദിൻ്റെയും കൂട്ടത്തിൽ അവിടെ വേദി പങ്കിട്ടിരുന്ന ഒരു വ്യക്തിയാണ് എല്ലാവർക്കും വലിയ അങ്കലാപ്പുണ്ടാക്കിയത്. പ്രത്യേകിച്ച് ഈ ഇസ്രായേലിന് അങ്കലാപ്പുണ്ടാക്കിയത്. ആ വ്യക്തിയുടെ പേര് ഖാലിദ് ഖദ്ദൂമി എന്നാണ്. അങ്ങേര് ഹമാസിൻ്റെ നേതാവാണ്. എവിടെ? ടെഹ്റാനിൽ ഹമാസിൻ്റെ നേതാവായിട്ട് പങ്കെടുക്കുകയും ഹമാസും അതേപോലെ ആയത്തുള്ളയായിട്ടുള്ള ആക്ടിവിറ്റീസ്, ആയത്തുള്ള ഖമനൈ ഉണ്ടല്ലോ, അവർ തമ്മിലുള്ള ബന്ധം ഒക്കെ ദൃഢപ്പെടുത്താനായിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് ടെഹ്റാനിൽ. അപ്പോൾ ഹമാസിൻ്റെ വളരെ വേണ്ടപ്പെട്ട, വളരെ ഉന്നതനായ ഒരു നേതാവാണ് അദ്ദേഹമാണ് ഇവിടെ ഈ പാക് ഓക്യുപ്പൈഡ് കാശ്മീർ, നമ്മുടെ ആയിട്ട് കണക്കാക്കുന്ന പാക് ഓക്യുപ്പൈഡ് കാശ്മീർ, അവിടെ വന്ന് ഈ ചർച്ചയൊക്കെ നടത്തിയത് ഈ ഇസ്രായേലിനൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അവിടെ വന്നത് കാശ്മീർ സോളിഡാരിറ്റി ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു ആഘോഷത്തിന് വേണ്ടിയിട്ടാണ് വന്നത്. ആ ആഘോഷത്തോടനുബന്ധിച്ച് അവിടെ ഒരു കോൺഫറൻസ് നടന്നു. അപ്പോൾ ആ കോൺഫറൻസിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പം നീണ്ട പേരാണ്. കാശ്മീർ സോളിഡാരിറ്റി ആൻഡ് ഹമാസ് ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ് കോൺഫറൻസ്. ഇതാണ് കോൺഫറൻസിൻ്റെ പേര്. അതെ, ഒന്നുകൂടി വായിക്കാം. കാശ്മീർ സോളിഡാരിറ്റി ആൻഡ് ഹമാസ് ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ് കോൺഫറൻസ് എന്നാണ് അവിടെ ഈ ചർച്ച, അതായത് കോൺഫറൻസ് നടന്നതിൻ്റെ പേര്. അപ്പോൾ ഇതെല്ലാം ഓഫ് കോഴ്സ് മൊസാദ് ഇത് സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ അത്ര ശ്രദ്ധിച്ചില്ലെങ്കിലും മൊസാദ് വിടില്ല. അപ്പോൾ അത് ഇന്ത്യയുടെ ശ്രദ്ധയിൽ അവർ കൊണ്ടുവരികയും ചെയ്തു, ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ട് ഇവരെന്തായാലും നിരോധിക്കണമെന്ന് നിർബന്ധമായിട്ട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യക്കും അറിയാം ഈ ഹമാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡെവിളിഷ് ഓർഗനൈസേഷൻ. അതിനെ ബാൻ ചെയ്യണം, അതിനെ ടെറർ ഔട്ട്ഫിറ്റായിട്ട് ഡിക്ലെയർ ചെയ്യണേനോ ഡെസിഗ്നേറ്റ് ചെയ്യണേനോ ഒരു തടസ്സമില്ല. അത് ഇസ്രായേലിന് അറിയാവുന്നതും തന്നെ ഇന്ത്യക്കും അറിയാം. മാത്രമല്ല ഇസ്രായേൽ മാത്രമല്ല, മറ്റ് പല രാജ്യങ്ങളും, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, യൂറോപ്യൻ യൂണിയൻ, യുണൈറ്റഡ് കിങ്ഡം, ഓസ്ട്രേലിയ, അർജൻറ്റീന, കാനഡ, ഇവരെല്ലാവരും ഈ സംഘടനയെ ബാൻ ചെയ്തിട്ടുള്ളതാണ്. അതേപോലെ ടെറർ ഔട്ട്ഫിറ്റായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അവർക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം നമുക്കും അറിയാം. അതറിയാൻ പാടില്ലായിക്കൊന്നുമില്ല. പക്ഷേ അതിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഇന്ത്യ അവരെ നിരോധിച്ചിട്ടില്ല. അപ്പം നിരോധിക്കുന്ന കാര്യം പറയുമ്പോൾ, പ്രത്യേകിച്ച് ഇസ്രായേൽ പറയുമ്പോഴായാലും പാർലമെൻറ്റിൽ ഇടയ്ക്ക് ഇതിനെപ്പറ്റി ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോഴും ഇന്ത്യ ഒന്ന് ഉരുണ്ട് കളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ പറയുന്നത് ഒരു സംഘടനയെ ഇതേപോലെ നിരോധിക്കണമെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം UAPA നിയമങ്ങളനുസരിച്ചാണ് അത് ചെയ്യുന്നത്.
അപ്പോൾ UAPA നിയമങ്ങൾ നടപ്പാക്കാനായിട്ട് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ആ ഡിപ്പാർട്ട്മെൻറ്റ്സ് കൂടിയാലോചിച്ചിട്ടാണ് ഇതിൽ തീരുമാനം എടുക്കുന്നത്. ഗവൺമെൻറ് നേരിട്ട് തീരുമാനം എടുക്കില്ല എന്നാണ് പറഞ്ഞിട്ട് ഒഴിയാണ് ചെയ്യുന്നത്. അപ്പോൾ വാസ്തവത്തിൽ ഈ ഇസ്രായേലിന് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നമുക്കും അറിയാവരെ പറ്റും. പക്ഷെ നമുക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പാലസ്തീൻ ജനതയുമായിട്ട് നല്ല ബന്ധം നിലനിർത്താൻ ഇഷ്ടപ്പെടുന്നു. അതേപോലെ പാലസ്തീൻ ഒരു സോവറിൻ കൺട്രി ആകുകയാണെങ്കിൽ ആയിക്കോട്ടെ, സമാധാനത്തിൽ ഇസ്രായേലിൻ്റെ കൂടെ അടുത്ത് കഴിയാൻ പറ്റുകയാണെങ്കിൽ കഴിഞ്ഞോട്ടെ, അങ്ങനെയൊക്കെ ചില കാഴ്ചപ്പാടുണ്ട്. അതേപോലെ UN മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ എടുത്തോട്ടെ, ഇങ്ങനെയൊക്കെയാണ് ഇന്ത്യക്ക് പാലസ്തീനെ പറ്റിയുള്ള കാഴ്ചപ്പാട്. അത് ഇസ്രായേലായിട്ട് ഡയഗണലി ഓപ്പോസിറ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യ ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്നത്. പക്ഷേ അത് ഈ എത്ര നാളിനി ഇതിങ്ങനെ മാറ്റി വയ്ക്കാൻ പറ്റും എന്നുള്ളത് അറിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഇതിനെ ടെറർ ഔട്ട്ഫിറ്റായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യാത്തതുകൊണ്ട് പലരും അത് ഉപകാരപ്പെടുത്തുന്നുണ്ട്. കേരളത്തിൽ വരെ കേരളത്തിൽ തന്നെ തൃത്താലയിൽ നമ്മൾ കണ്ടല്ലോ, അവിടെ ആനപ്പുറത്ത് നെറ്റിപ്പെട്ട് ഇസ്മായിൽ ഹാനിയെ, അതേപോലെ യാഹ്യ സിൻവർ, ഹസൻ നസറുള്ള മുതലായവരുടെയൊക്കെ പടവും വെച്ച് അവിടെ ചുറ്റിക്കറങ്ങായിരുന്നു. അപ്പോൾ ഈ ചുറ്റിക്കറങ്ങുന്ന ആൾക്കാർക്കും അറിയാം ഇവർ ടെററിസ്റ്റ് ആണെന്ന്. പക്ഷേ അവരൊരു നിയമം മുതലെടുക്കുകയാണ്. ദേ ആർ എക്സ്പ്ലോയിറ്റിംഗ് ദാറ്റ്. അതായത് ഇവിടെ അന്ന് അന്ത്യചർച്ചകളൊക്കെ നടന്നതിലൊക്കെ പലരും ഇതിനെപ്പറ്റി പറഞ്ഞു, ഇത് എന്ത് രാജ്യദ്രോഹം ഇവർ കാണിക്കുന്നത്, ഇത് അനുവദിച്ചു കൊടുക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ അന്ത്യചർച്ചകളിലുള്ള ആൾക്കാർ, അത് നയിക്കുന്ന ആങ്കർമാരൊക്കെ പറയുന്നത് അതിന് ഇന്ത്യയിൽ അത് നിരോധിച്ചിട്ടില്ലല്ലോ, പിന്നെ എന്താ കുഴപ്പം എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ നിരോധിച്ചിട്ടില്ല, പക്ഷേ ബാക്കി പല രാജ്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, US, UK, യൂറോപ്യൻ യൂണിയൻ, ഓസ്ട്രേലിയ, അർജൻറ്റീന, അതേപോലെ പല രാജ്യങ്ങളും ഇവരെ ടെറർ ഔട്ട്ഫിറ്റ് എന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത്. അപ്പം നമ്മൾ മാത്രം ഇതെന്താണ് കണക്കാക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കാര്യത്രേ ഉള്ളൂ. ഈ പാലസ്തീൻ ജനതയോട് ഇന്ത്യക്ക് വലിയ വിരോധമില്ല, ഹമാസിന് ഇന്ത്യക്കും ഇഷ്ടമല്ല. പക്ഷേ ഹമാസിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാരുടെ, മിഡിൽ ഈസ്റ്റിലുള്ള ആൾക്കാരുടെ രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിലൊരാളെ ആക്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരെയും ആക്രമിച്ചതായിട്ട് കണക്കാക്കും. ഹമാസിനെ ആക്രമിക്കണം എന്ന് പറഞ്ഞാൽ പലസ്തീനെ ആക്രമിക്കണം എന്നുള്ള രീതിയിൽ കാണും. അപ്പോൾ ആ മിഡിൽ ഈസ്റ്റ് ആയിട്ടുള്ള ബന്ധത്തിലൊരു കുഴപ്പം വേണ്ട എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ എങ്ങും തൊടാതെ നിൽക്കുന്നത്. പക്ഷേ അറേബ്യൻ കൺട്രീസ് തന്നെ ആരും ഹമാസിനെ അടുപ്പിക്കുന്നില്ല, ഒരു അറേബ്യൻ കൺട്രീസും അടുപ്പിക്കുന്നില്ല. പിന്നെ ആകെ ഇപ്പോൾ ഈ ഹമാസിനോട് ലോഹ്യം വെച്ച് പുലർത്തുന്നത് ഇറാനാണ്. ഇറാൻ്റേതായ പർപ്പസ് ഉണ്ട്. അപ്പോൾ വാസ്തവത്തിൽ സുന്നി ഷിയ അവർ തമ്മിൽ ഭയങ്കര അടിയാണ്. പക്ഷേ എന്നാലും അവരൊക്കെ ഇത് കണ്ടില്ല എന്ന് നടിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിനെതിരെ ഇവർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് അവിടെ നിലവിലുള്ള സാഹചര്യം. പിന്നെ ഇന്ത്യക്ക് ഇങ്ങനെ ഈ പാലസ്തീൻ ജനതയോട് വിരോധം എങ്ങാനും തോന്നുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് നമ്മൾ ഈ യാഥാർത്ഥ്യത്തിൽ നിന്നും പതുക്കെ മാറി നിൽക്കുകയാണ്. അല്ല, ഇതിപ്പോൾ കാശ്മീരിൽ ആയി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പാക് അധീന കാശ്മീരിലേക്ക് ഇവരെത്തി, ബ്ലീഡിംഗ് ഡൽഹി എന്ന് പറയുന്ന ആ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് വരെ ഇവർ പങ്കെടുത്തു. അപ്പോൾ ഇന്ത്യക്ക് നേരെയും ഹമാസ് വരുന്നു എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് എത്തിയല്ലോ. അല്ല, അത് മതത്തിൻ്റെ പേരിലാണ് ഇവരൊക്കെ യുണൈറ്റഡ് ആകുന്നത്. അപ്പോൾ പാകിസ്ഥാനുള്ള വിരോധം അവർക്കും വിരോധം തന്നെയാണ്. ഈ പാലസ്തീന് വേണ്ടി യുണൈറ്റഡ് നേഷൻസിൽ എപ്പോഴും ഇന്ത്യ സംസാരിക്കുമെങ്കിലും പാകിസ്ഥാൻ ഇന്ത്യ പ്രശ്നം ഉണ്ടെങ്കിൽ പണ്ട് PLO ആയാലും ഇപ്പോൾ ബാക്കിയുള്ള സംഘടനകളായാലും ഇന്ത്യക്കെതിരെ അവർ നിൽക്കുള്ളൂ യുണൈറ്റഡ് നേഷൻസിൽ. ഇപ്പം അതേപോലെ നമ്മുടെ എർദോഗാനൊക്കെ ഉണ്ടല്ലോ, തുർക്കിയുടെ, അങ്ങേരൊക്കെ യുണൈറ്റഡ് നേഷൻസിൽ വെച്ച് തന്നെ ഇവിടെ ന്യൂനപക്ഷങ്ങളുടെ ജനസൈഡ് അല്ലെങ്കിൽ വംശഹത്യ നടക്കുകയാണെന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കാറുണ്ട്. അപ്പോൾ മതപരമായിട്ട് വന്നു കഴിയുമ്പോൾ എല്ലാവരും കൂടി അങ്ങോട്ട് യുണൈറ്റഡ് ആകും. അവർ ഇന്ത്യക്കെതിരെയും തിരിയും സംശയമൊന്നുമില്ല. ഹമാസും വിൽ ബി അഗൻസ്റ്റ് ഇന്ത്യ. ഇപ്പോൾ ഈ പാക് ഒക്യുപ്പൈഡ് കാശ്മീരിൽ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനിലും വരും, പാകിസ്ഥാനിലെ സ്ഥിര സാന്നിധ്യം ഉണ്ടാകും, അവർ ഇന്ത്യക്കെതിരെ തിരിയുകയും ചെയ്യും. അതിപ്പോൾ ഇന്ത്യയെ ആക്രമിക്കാനായിട്ട് ലഷ്കർ തോയ്ബയുണ്ട്, അല്ലെങ്കിൽ ജെയ്ഷെ മുഹമ്മദ് ഉണ്ട്, അവരുടെ കൂടെ കൂടിയാൽ മതിയല്ലോ. അപ്പോൾ ഇവിടെ ഇന്ത്യക്ക് ആക്രമണം പ്രതീക്ഷിക്കാൻ അവരുടെ, അതാണ് സാഹചര്യം.